അമേരിക്കയുമായുള്ള യുദ്ധസാഹചര്യത്തിൽ പിന്മാറില്ലെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ച് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന ആരോപണം തള്ളി എത്ര കാലം വേണമെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. ഇറാന്റെ ആത്മവിശ്വാസവും ദൃഢനിലപാടും വ്യക്തമാക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം മുന്നോട്ടുവച്ചത്. CBSന് നൽകിയ അഭിമുഖത്തിലാണ് അരാഗ്ചി ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധത്തെ നിയമവിരുദ്ധമെന്ന് തുറന്നുപറയുന്നതുവരെ ഇറാൻ കാത്തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ആക്രമണത്തെ വീണ്ടും വിമർശിച്ച അദ്ദേഹം, ഇറാനികളെല്ലായ്പ്പോഴും സ്ഥിരതയും ശക്തിയും പുലർത്തുന്ന ജനതയാണെന്ന് ലോകമറിയുന്ന കാര്യമാണ് എന്നും കൂട്ടിച്ചേർത്തു. ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്കും അരാഗ്ചി വിശദീകരണം നൽകി. ഇറാൻ ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യങ്ങളെയല്ലെന്നും അവിടെയുള്ള അമേരിക്കൻ ആസ്തികൾ, അമേരിക്കൻ സ്ഥാപനങ്ങൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളി. ഞങ്ങൾ ഒരിക്കലും വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടില്ല, ചർച്ചകൾ പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അരാഗ്ചി വ്യക്തമാക്കിയത്. എത്ര കാലം വേണമെങ്കിലും സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അമേരിക്കയുമായി സംസാരിക്കേണ്ടതിന്റെ ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല. അവർ നമ്മളുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മളെ ആക്രമിക്കാൻ തീരുമാനിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. അയൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭൂമി ഉപയോഗിച്ച് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു എന്നാരോപിച്ചും അരാഗ്ചി രംഗത്തെത്തി. UAEയുടെ പ്രദേശം ഉപയോഗിച്ച് HIMARS റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇറാന്റെ ദ്വീപുകളെ ആക്രമിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കൂടാതെ കുവൈത്തിൽ നിലയുറപ്പിച്ചിരുന്ന 3 F-15 യുദ്ധവിമാനങ്ങൾ സൗഹൃദ വെടിവയ്പിൽ വീണ സംഭവവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനുമായി ഒരു കരാറിലേക്ക് പോകാനുള്ള സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞു. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ, ഇറാൻ ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിലവിലെ നിബന്ധനകൾ പര്യാപ്തമല്ലാത്തതിനാൽ ഞാൻ അതിലേർപ്പെടാൻ താൽപ്പര്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കരാർ വളരെ ദൃഢമായിരിക്കണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. കരാറിന്റെ നിബന്ധനകൾ എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല. ഇതിനു മുൻപ് മാർച്ച് 12-ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ യുദ്ധം അവസാനിപ്പിക്കാൻ 3 പ്രധാന വ്യവസ്ഥകൾ മുന്നോട്ടുവച്ചിരുന്നു. ഇറാന്റെ നിയമാനുസൃത അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ഉറച്ച അന്താരാഷ്ട്ര ഗ്യാരണ്ടികൾ നൽകുക എന്നിങ്ങനെയാണവ. അതേസമയം ട്രംപ് ഇറാനെ കഠിനരാജ്യമെന്ന് വിശേഷിപ്പിക്കുകയും യുദ്ധത്തിൽ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ അവകാശങ്ങൾക്ക് വ്യക്തമായ തെളിവുകളൊന്നും അദ്ദേഹം മുന്നോട്ടുവച്ചിട്ടില്ല.